ഹായ് നമസ്കാരം, എൻ്റെ പേര് അപർണയാണ്. ഇതെൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനലിൽ വെൽക്കം. ഇന്ന് ഞാൻ സ്കോർപ്പിയോയ്ക്ക് വേണ്ടിയിട്ട് സ്കോർപ്പിയോ സൺ സൈൻ, മൂൺ സൈൻ, അസെൻഡൻറ്റ് സൈൻസിന് വേണ്ടിയിട്ട് സെപ്റ്റംബർ മാസത്തിൻ്റെ കറൻറ്റ് ഫീലിങ്സിൻ്റെ റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കണേ. ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാവർക്കും എല്ലാ മെസ്സേജസ് ചിലപ്പോൾ റെസൊനേറ്റ് ആവില്ല. റെസൊനേറ്റ് ആവണ മെസ്സേജസ് എടുക്കുക, റെസൊനേറ്റ് ആവാത്ത മെസ്സേജസ് ലെറ്റ് ഗോ ചെയ്യുക. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്തില്ല വെച്ചാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, വീഡിയോസിനെ കമൻറ്റ് ചെയ്യുക. വീഡിയോസിൽ ഇത് ചെയ്യുമ്പോഴാണ് എനിക്ക് നിങ്ങളുടെ എനർജീനെ ടാപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. എനർജി ടാപ്പ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ വീഡിയോസ് റെസൊനേറ്റ് ആവുക. അപ്പോൾ ഇത് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ്, ലൈക്ക്, കോമെൻറ്റ്. അതല്ലാണ്ട് പേഴ്സണലായിട്ട് റീഡിംഗ് നിങ്ങൾക്ക് ബുക്ക് ചെയ്യണം വെച്ചാൽ നിങ്ങൾക്ക് ചെയ്യാം. പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്. അപ്പോൾ നിങ്ങൾ എന്നെ കോൺടാക്റ്റ് ചെയ്യുമ്പോൾ ഞാൻ നിങ്ങൾക്കെല്ലാം പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് അയച്ചു തരും. ഞാൻ ഇങ്ങനെ വീഡിയോസ് റെക്കോർഡ് ചെയ്യുമ്പോൾ എനിക്ക് ഫോൺ കോൾസ് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നിങ്ങൾ എന്നെ മെസ്സേജ് അയയ്ക്കുക, വാട്സാപ്പിൽ ഇല്ലെങ്കിൽ ഇമെയിൽ അയയ്ക്കുക. ഞാൻ അവിടെ നിങ്ങൾക്ക് റെസ്പോണ്ട് ചെയ്തോളാം. സമയം കിട്ടുമ്പോൾ ഞാൻ ഇമീഡിയറ്റ്ലി റെസ്പോണ്ട് ചെയ്യും. ഇൻസ്റ്റഗ്രാമിലും ഞാൻ കുറേ ആക്റ്റീവാണ്. അപ്പോൾ ഇൻസ്റ്റഗ്രാം എൻ്റെ കോൺടാക്റ്റ് ഡീറ്റെയിൽസ് ഒക്കെ സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഞാൻ ഇട്ടിട്ടുണ്ട്. ചാനലിൻ്റെ മെമ്പർഷിപ്പ് ലിങ്ക്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ചാനലിലെ മെമ്പർ ആവണം വെച്ചാൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾക്ക് എല്ലാം ഡീറ്റെയിൽസ് കിട്ടും. അപ്പോൾ ഇപ്പോൾ നമ്മൾക്ക് നിങ്ങളുടെ റീഡിങ്ങിലേക്ക് ചെല്ലാം. എന്താണ് നിങ്ങളുടെ പേഴ്സൻ്റെ ഫീലിങ്സ്, അവരുടെ ഫ്യൂച്ചർ ആക്ഷൻ എന്താണ്, അവരുടെ ഇൻറ്റൻഷൻ ഉള്ളത്, ഈ റിലേഷൻഷിപ്പിൻ്റെ ഫ്യൂച്ചർ ഔട്ട്കം എന്തായിരിക്കും, ഇതൊക്കെയാണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മൾക്ക് നിങ്ങളുടെ റീഡിങ്ങിലേക്ക് ചെല്ലാം. മെസ്സേജസ് പറയണത് നമ്മൾക്ക് റീഡിങ്ങിൽ കാണാം. അപ്പോൾ സ്കോർപ്പിയോ, നിങ്ങളുടെ ഓവറോൾ എനർജി എന്താണെന്ന് നമ്മൾക്ക് നോക്കാം. ഓവറോൾ എനർജി സ്കോർപ്പിയോയ്ക്ക് വേണ്ടിയിട്ട് നൈറ്റ് ഓഫ് സോഡ്സ്, നിങ്ങളുടെ പേഴ്സൻ്റെ ഓവറോൾ എനർജി എംപറർ, നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് ഇപ്പോഴത്തെ കറൻറ്റ് സിറ്റുവേഷൻ ഡെത്ത്, നിങ്ങളുടെ കറൻറ്റ് ഫീലിങ്സ് ഈ പേഴ്സണിന് വേണ്ടിയിട്ട് ഏസ് ഓഫ് കപ്സ്, നിങ്ങളുടെ പേഴ്സൻ്റെ കറൻറ്റ് ഫീലിങ്സ് കിങ് ഓഫ് സോഡ്സ്, നിങ്ങളുടെ ഇൻറ്റൻഷൻ കിങ് ഓഫ് പെൻറ്റിക്കിൾസ്, ഈ പേഴ്സൻ്റെ ഇൻറ്റൻഷൻ ക്വീൻ ഓഫ് വാൻഡ്സ്, നിങ്ങളുടെ ഫ്യൂച്ചർ ആക്ഷൻ സ്ട്രെങ്ത്, ഈ പേഴ്സൻ്റെ ഫ്യൂച്ചർ ആക്ഷൻ ത്രീ ഓഫ് വാൻഡ്സ്, എന്താണ് ഓവറോൾ ഔട്ട്കം, നിങ്ങൾ രണ്ടാളുടെയും ഈ റിലേഷൻഷിപ്പിൻ്റെ ഔട്ട്കം, ഈ കാർഡ്. അപ്പോൾ സ്കോർപ്പിയോ, ഇവിടെ നൈറ്റ് ഓഫ് സോഡ്സ് ആണ് ഓവറോൾ എനർജി. അപ്പോൾ നൈറ്റ് ഓഫ് സോഡ്സ് ഒരു ഇമ്പൾസീവ് എനർജിയാണ്, ഒരു സഡൻ മൂവ്മെൻറ്റിൻ്റെ എനർജിയാണ്. എന്തോ നിങ്ങളുടെ ലൈഫിൽ ഉടനെ വരണു, നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യാത്ത ഒരു കാര്യമാണ് ഇത്. ഇപ്പോൾ ഇതൊരു ഇൻഫർമേഷനും ആവാം. ആരോ നിങ്ങൾക്ക് എന്തോ ഒരു ഇൻഫർമേഷൻ തരണു. ഈ ഇൻഫർമേഷൻ ഒരു സഡൻ ഇൻഫർമേഷനാണ്, നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യാത്ത ന്യൂസാണ്. അപ്പോൾ ഇതൊരു ഓപ്പർച്യൂണിറ്റി ആവാം. ഏതോ ഒരു പേഴ്സൺ നിങ്ങൾക്കൊരു ഓഫർ തരണു. അപ്പോൾ എന്തോ ഇതൊരു അൺഎക്സ്പെക്റ്റഡ് ഇവൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഈ നൈറ്റ് സോഡ്സ് ഇവിടെ എന്താണെന്ന് നമ്മൾക്ക് നോക്കാം. അപ്പോൾ ഇതൊരു ട്രാവൽഡ് എനർജിയും ആവാം. നിങ്ങൾ സഡൻലി നിങ്ങളുടെ ഈ പേഴ്സണെ മീറ്റ് ചെയ്യാൻ പോണു, അങ്ങനത്തെ എനർജിയും ആവാം. എംപ്രസ്, നിങ്ങളുടെ ഇടയ്ക്ക് ചിലവർക്ക് ഇതൊരു പ്രഗ്നൻസി ന്യൂസും ആവാം. അൺഎക്സ്പെക്റ്റഡ് പ്രഗ്നൻസി, നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യാത്ത ഒരു ന്യൂസ്. ഓക്കെ, അപ്പോൾ അങ്ങനെയും ആവാം. പക്ഷെ അത് എല്ലാവർക്കും ഉണ്ടാവില്ല. വെരി ഫ്യൂ 0.1% ആർക്കോ ആയിരിക്കും ഇത് ന്യൂസ് അല്ല ഈ മെസ്സേജ് ഉള്ളത്. പക്ഷേ ഇവിടെ ഞാൻ കാണുന്നത് ഡെഫിനറ്റ്ലി ഏതോ ഒരു പേഴ്സൺ നിങ്ങളെ മെസ്സേജ് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ മെസ്സേജ് വരുമ്പോൾ നിങ്ങൾക്ക് കുറച്ചൊരു ഷോക്കാവും. അപ്പോൾ നിങ്ങളുടെ ഇടയ്ക്ക് ചിലവർക്ക് ഇതൊരു ഗോസിപ്പ് ആവാം. നിങ്ങളുടെ പേഴ്സണെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കണത് എന്താ വെച്ചാൽ ഇവിടെ ഒരു തേർഡ് പാർട്ടി ഉണ്ട്, അങ്ങനത്തെ ഒരു ന്യൂസും ആവാം. എന്നുവെച്ചാൽ ഇവിടെ ഒരു ക്വീൻ ഓഫ് പെൻറ്റിക്കിൾസ് ഉണ്ട്, എംപ്രസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ എംപ്രസ് നിങ്ങളുടെ എനർജിയാണ് വെച്ചാൽ ഇവിടെ എംപ്രർ ഇതൊരു ഡിവൈൻ പേരൻ്റെ എനർജിയാണ്. പക്ഷേ ഇവിടെ ഒരു വേറെ പേഴ്സൺ കാണാണ്ട്. അപ്പോൾ ഈ പേഴ്സൺ ആയിരിക്കും, ഈ തേർഡ് പാർട്ടി ആയിരിക്കും നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യുന്നുണ്ടാവുക. ഈ പേഴ്സണെ കുറിച്ച്, നിങ്ങളുടെ പേഴ്സണെ കുറിച്ച് അവരെന്തോ നിങ്ങൾക്കൊരു ഇൻഫർമേഷൻ തരണു. അപ്പോൾ ഈ എംപറർ എനർജി ഏരീസ് എനർജിയാണ്. കുറേ ഒരു ഡിസിപ്ലിൻ ഉള്ള പേഴ്സണാണ്.
ഹെർമിറ്റ്. നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് എന്തോ ഒരു സെപ്പറേഷൻ ഇവിടെ കാണാണ്ട്, പക്ഷേ ഈ പേഴ്സണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് കുറേ ലവ് ഉണ്ട് ഇവിടെ. അപ്പോൾ നിങ്ങൾ രണ്ടാളുടെയും കറൻറ്റ് സിറ്റുവേഷൻ ഞാൻ കാണുന്നത് ഒരു എൻഡിങ് ആണ്, ഡെത്ത്. ഒരു എൻഡിങ്ങും ഒരു പുതിയ ബിഗിനിങ്. അപ്പോൾ ഇവിടെ എന്താണ് ഈ എൻഡിങ് ഉള്ളത്? അപ്പോൾ ഈ പേഴ്സൺ നിങ്ങളെ മെസ്സേജ് ചെയ്യുന്നുണ്ടാവും, ഒരു മാപ്പ് ചോദിക്കാനായിരിക്കും അവർ മെസ്സേജ് ചെയ്യാൻ പോകണത്. ഇവിടെ മാനിഫെസ്റ്റ് ചെയ്യണ മാതിരി എന്തോ നടക്കുന്നുണ്ട്, നിങ്ങൾ എന്തോ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു, അത് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവാൻ പോകുന്നുണ്ട് ഈ മാസം. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഫീലിങ്സ് ഈ പേഴ്സണിന് വേണ്ടിയിട്ട് ഏസ് ഓഫ് കപ്സ് ആണ്. നിങ്ങൾക്കൊരു പുതിയ ബിഗിനിങ് വേണം ഇവിടെ. ഇതൊരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ അല്ല വെച്ചാൽ നിങ്ങൾക്ക് എന്തോ ഇവിടെ ഒരു പുതിയ ബിഗിനിങ് വേണം. നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടാവും ഈ പേഴ്സൻ്റെ കൂടെ. നിങ്ങൾക്ക് പാസ്റ്റിൻ്റെ ബാഗേജൊക്കെ വിട്ടിട്ട് ഈ പേഴ്സൻ്റെ അടുത്ത് പോകണം എന്നുണ്ടാവും, കാര്യങ്ങൾ സംസാരിക്കണം എന്നുണ്ടാവും. നിങ്ങളുടെ കറൻറ്റ് ഫീലിങ്സ് ഈ പേഴ്സണിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് കുറേ പാഷൻ ഉണ്ട്. ഈ പേഴ്സൻ്റെ കറൻറ്റ് ഫീലിങ്സ് കിങ് ഓഫ് സോഡ്സ് ആണ്. ഇവർ നിങ്ങളുടെ കൂടെ സംസാരിക്കുമ്പോൾ ഒന്നും ഒരു ഇമോഷൻസ് ഒന്നും കാണിക്കണില്ല, കുറേ ഒരു പ്രാക്ടിക്കൽ മാതിരിയാണ് ഇവർ സംസാരിക്കണത്. പക്ഷേ ഇവർക്ക് അവരുടെ മനസ്സിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കുറേ പാഷൻ ഉണ്ട്, അട്രാക്ഷൻ ഉണ്ട്. പക്ഷെ അത് അവർ ഓപ്പണായി പറയണില്ല, കുറേയൊക്കെ അവർ സീക്രട്ടായി വെക്കണു. കിങ് ഓഫ്, അപ്പോൾ നിങ്ങൾക്ക് അറിയണില്ല ഈ ഒരു പേഴ്സൻ്റെ മനസ്സിൽ എന്താ എക്സാക്ട്ലി നടക്കണത്, നിങ്ങൾക്ക് അറിയില്ല. കിങ് ഓഫ് പെൻറ്റിക്കിൾസ് ആണ് നിങ്ങളുടെ ഇൻറ്റൻഷൻ. നിങ്ങൾക്കൊരു സ്റ്റേബിൾ ഫ്യൂച്ചർ വേണം, നിങ്ങൾക്കൊരു മാരിഡ് എനർജി വേണം, കാരണം മാരി ചെയ്യണം, കല്യാണം കഴിക്കണം എന്നുണ്ടാവും. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ക്ലാരിറ്റി വേണം, എന്ന് വെച്ചാൽ ഈ റിലേഷൻഷിപ്പിലൊരു ഫ്യൂച്ചർ ഉണ്ടാവുമോ എന്നാണ് നിങ്ങൾക്ക് അറിയേണ്ടത്. അപ്പോൾ നിങ്ങൾ ഈ പേഴ്സണോട് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ടാവും. 8 ഓഫ് പെൻറ്റിക്കിൾസ്, ഈ സിറ്റുവേഷനിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഫർദർ എഫേർട്ട് ഇടണോ വേണ്ടേ, അതൊക്കെ നിങ്ങൾക്ക് അറിയണം എന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ പേഴ്സൻ്റെ ഇൻറ്റൻഷൻ ക്വീൻ ഓഫ് വാൻസ് ആണ്. അപ്പോൾ ഞാൻ പറഞ്ഞ മാതിരി ഇവിടെ കിങ് ഓഫ് വാൻസ്, ക്വീൻ ഓഫ് വാൻസ് ഒരു ഡിവൈൻ പെയറാണ്. അപ്പോൾ ഈ പേഴ്സൺ നിങ്ങളെ ഒരു ഡിവൈൻ പെയറായിട്ടാണ് കാണുന്നത്. പക്ഷേ ഇവിടെ എന്തോ ഒരു ഹാർട്ട് ബ്രേക്ക് ഉണ്ട്, എന്തോ ഒരു തേർഡ് പാർട്ടി ഉണ്ട്, ഫാമിലി ഇൻ്റർഫിയറൻസ് ആയിരിക്കാം, ഇല്ലാച്ചാൽ ഈ പേഴ്സൺ മാരീഡ് ആവാം. അങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ നിങ്ങളാണ്. അപ്പോൾ ഇവിടെ സ്ട്രെങ്ത് എനർജി ഉണ്ട്, ആക്ഷനായിട്ട് ലിയോ എനർജി. ഇവിടെ 10 ഓഫ് സോഡ്സ് ഉണ്ട്. നിങ്ങൾ കുറേ ഒരു ഡിഫിക്കൽട്ട് ഡിസിഷനാണ് എടുക്കാൻ പോണത്, എന്ന് വെച്ചാൽ ഈ പേഴ്സൻ്റെ സൈഡിൽ നിന്ന് ഒരു കമ്മിറ്റ്മെൻറ്റ് ഇല്ല വെച്ചാൽ നിങ്ങൾ ഈ റിലേഷൻഷിപ്പിനെ എൻഡ് ചെയ്യാനാണ് വിചാരിക്കണത്. ഇവിടെ നിങ്ങൾക്ക് റിഗ്രറ്റ് ഉണ്ടാവണു, എന്താ വെച്ചാൽ ഈ സിറ്റുവേഷനിലെല്ലാം നല്ലതായിരുന്നു, പക്ഷേ ഈ പേഴ്സൺ കമ്മിറ്റ് ചെയ്യാൻ തയ്യാറല്ല. അപ്പോൾ ഈ പേഴ്സൺ തിരിച്ചു വരാൻ നോക്കും, നിങ്ങളെ കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കും. അവർക്ക് ഈ റിലേഷൻഷിപ്പിന് വിടണം എന്നില്ല, പക്ഷേ അവർ ട്രൈ ചെയ്തുകൊണ്ടിരിക്കും നിങ്ങളെ കൺവിൻസ് ചെയ്യാൻ. അപ്പോൾ ഇവിടെ ഒരു ഡിസിഷനാണ് നിങ്ങൾ എടുക്കാൻ പോണത്. 2 ഓഫ് വാൻസ്. ഇവിടെ ഒരു ലോങ് ടേം ഓഫർ ഞാൻ കാണുന്നുണ്ട്. ഇവിടെ ഒരു സക്സസിൻ്റെ എനർജി ഉണ്ട്, പക്ഷെ ഒരു പേഴ്സൺ ഈ സിറ്റുവേഷനിൽ മുഴുവനെ കമ്മിറ്റ് ചെയ്യാൻ തയ്യാറല്ല. ഒരു പേഴ്സൺ കമ്മിറ്റ് ചെയ്യാൻ തയ്യാറാണ്, മറ്റേ പേഴ്സൺ അത്ര തയ്യാറല്ല. ഓക്കെ, അപ്പോൾ അതിൻ്റെ പ്രശ്നമാണ് ഇവിടെ. അതുകൊണ്ട് ഇവിടെ ഒരു ഡിസിഷൻ നിങ്ങൾ എടുക്കാൻ നോക്കണു, എന്താ വേണ്ടേ, ഈ സിറ്റുവേഷനെ ഇപ്പോൾ ലെറ്റ് ഗോ ചെയ്യാനുള്ള സമയം ആയിട്ടുണ്ടോ, അതല്ല വെച്ചാൽ ഈ സിറ്റുവേഷനിൽ കണ്ടിന്യൂ ചെയ്യണോ, ഇതിനെ ഇവിടെ തന്നെ വിട്ട് മുമ്പോട്ട് പോകണോ, അതാണ് ഇപ്പോൾ നിങ്ങളുടെ മനസ്സിലുള്ള ക്വസ്റ്റ്യൻസ്. ഓക്കെ, അപ്പോൾ ഇവിടെ പൈസീസ് ഉണ്ട്, ഫയർ സൈൻസ് ഉണ്ട്, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, പൈസീസ്, സ്കോർപ്പിയോ, ടോറസ് ഉണ്ട്, വെർഗോ ഉണ്ട്. ഐ ഹിഡ് ഹൂ ഐ റിയലി ആം ഫ്രം യു. നിങ്ങളുടെ ഇടയ്ക്ക് ചിലവർക്ക് അറിയണ്ടായില്ല ഈ പേഴ്സൺ മാരിഡ് ആണെന്ന്. ഇല്ല വെച്ചാൽ അവർ മാരിഡ് അല്ല വെച്ചാൽ അവരുടെ മാരേജ് ഫിക്സ് ആയി എന്ന് നിങ്ങൾക്ക് അറിയണ്ടായില്ല. അങ്ങനെയും ആവാം. മേ ബി നിങ്ങൾക്ക് കിട്ടണ ഇവിടെ ഇൻഫർമേഷൻ ഞാൻ പറഞ്ഞ മാതിരി ന്യൂസ് കിട്ടണത് ഈ പേഴ്സൻ്റെ മാരേജ് വേറെ ഏതൊരു പേഴ്സണെ കൂടെ ഫിക്സ് ആയി എന്നാണ് നിങ്ങൾക്ക് മനസ്സിലാവണത്. ഈ ന്യൂസാണ് നിങ്ങൾക്ക് കിട്ടണത്. ആ ന്യൂസ് കിട്ടുമ്പോൾ ഈ പേഴ്സൺ അത് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവില്ല. സംടൈംസ് ഐ സ്റ്റേ അവേക്ക് തിങ്കിങ് അബൌട്ട് യു, ഐ വോണ്ട് ടു ബി മോർ ദാൻ ഫ്രണ്ട്സ്. അപ്പോൾ ഈ പേഴ്സണ് നിങ്ങളുടെ കൂടെ കണ്ടിന്യൂ ചെയ്യണം എന്നുണ്ടാവും, പക്ഷേ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വേണം എന്നുണ്ടാവില്ല. ഇങ്ങനെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ, ഒരു അറിയാത്ത ഒരു സിറ്റുവേഷൻ, അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾക്ക് പെടണം എന്നുണ്ടാവില്ല. അപ്പോൾ
ആ ഡിസിഷനാണ് ഇപ്പോൾ നിങ്ങൾ എടുക്കാൻ പോണത് ഈ മാസം. അപ്പോൾ സ്കോർപ്പിയോ, ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിംഗ്. നിങ്ങൾക്കിത് റെസൊനേറ്റ് ചെയ്തു വെച്ചാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പേഴ്സണൽ റീഡിങ്സിന് വേണ്ടിയിട്ട് എന്നെ കോൺടാക്റ്റ് ചെയ്യുക. എന്നെ മെസ്സേജ് ചെയ്താൽ ഞാൻ റെസ്പോണ്ട് ചെയ്യും. അപ്പോൾ ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിംഗ് കൊണ്ടുവന്ന്. അതുവരെ ടേക്ക് കെയർ, ഓൾ ദി ബെസ്റ്റ്.